ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 60. നമ്മൾ സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ കുറെ ക്ലാസ്സുകളായിട്ട് നമ്മൾ 59 ക്ലാസ്സുകൾ കൊണ്ടാണ് നമ്മൾ 3 അധ്യായം പൂർത്തിയാക്കിയത്. ഇപ്പൊ നമ്മൾ 4-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. ഈ പത്രോസ് യോഹന്നാനൊക്കെ അറസ്റ്റ് ഭരിക്കുന്ന രംഗവും പിന്നെ വേറെ കുറെ വളരെ എന്താ പറയുക നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് സംഗതികൾ അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണ് സ്ലീഹന്മാർ നടപടി പുസ്തകം 4-ാമത്തെ അധ്യായം. നമുക്കത് കേൾക്കാം, എന്നിട്ട് അതിലത്തെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർ ജനത്തെ പ്രബോധിപ്പിക്കുന്നതിലും യേശുവിൽ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനമുണ്ടെന്ന് പ്രഘോഷിക്കുന്നതിലും അവർ നീരസപ്പെട്ടു. അവർ അവരെ പിടികൂടി വൈകുന്നേരമായതുകൊണ്ട് പിറ്റേ ദിവസം വരെ കാരാഗൃഹത്തിലാക്കി. എന്നാൽ അവരുടെ വചനം കേട്ടവരിൽ പലരും വിച്ഛേദിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും ശ്രേഷ്ഠന്മാരും ശാസ്ത്രിമാരും യെറൂസലമിൽ സമ്മേളിച്ചു. മഹാപുരോഹിതനായ അന്നാസും കയഫാസും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിതന്റെ വംശത്തിലുള്ളവരൊക്കെയും അവിടെ ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി ഇങ്ങനെ ചോദിച്ചു, ഏത് ശക്തി കൊണ്ടാണ് അഥവാ ഏത് നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്തത്? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇതുവരെയുള്ളത് നമുക്ക് ഇപ്പൊ പഠിക്കാം. പത്രോസ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും യഹൂദരുടെ സുപ്രീം കോടതിയായ സാങ്കത്യൻ സംഘത്തിന് മുമ്പാകെ നിൽക്കുകയാണ്. യേശുവിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ച അതേ സാങ്കത്യൻ സംഘമാണിത്. യേശുവിനെ കൊന്നവർ മാനസാന്തരപ്പെടണമെന്ന് പത്രോസ് പറഞ്ഞിട്ട് നാവ് വായിലേക്ക് ഇട്ടിട്ടില്ല. അപ്പോഴേക്കും അവർ അറസ്റ്റ് ചെയ്ത് ഈ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുകയാണ്. അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നാ പറഞ്ഞേ. അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിനെ കൊന്നവർ മാനസാന്തരപ്പെടണം എന്നാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് പത്രോസ്. അവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവജനത്തെയും അവരുടെ നേതാക്കളെയും വേർതിരിച്ചിരിക്കുകയാണ്. ജനത്തോട് പ്രസംഗിക്കുകയാണ് പത്രോസ്. ജനത്തോട്. നേതാക്കന്മാരാണ് യേശുവിനെ കൊന്നത്, ജനമല്ല. നമ്മൾ പലപ്പോഴും പറയും ഓശാന പാടി എതിരേറ്റ് ജനമാണ് പിറ്റേ വെള്ളിയാഴ്ച അവനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടെന്ന്. അത് മുഴുവൻ അങ്ങ് ശരിയല്ല. അതിൽ കുറെ പേരെ ബ്രൈബ് ചെയ്ത് കൈക്കൂലി കൊടുത്ത് വശത്താക്കിയിരുന്നത് മർക്കോസ് എഴുതിയിട്ടില്ലേ? ജനമെല്ലാവരും കൂടിയിട്ടല്ല കർത്താവിനെ ക്രൂശിക്കാനായിട്ട് പറഞ്ഞത്. ചെറിയൊരു മൈനോറിറ്റിയാണ്. നമുക്കറിയാലോ, ഈ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ മെജോറിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ചൂഷണം ചെയ്യുന്ന ഒരു മൈനോറിറ്റിയാണ്. ചൂഷണം ചെയ്യുന്ന ഒരു മൈനോറിറ്റി. അവരുടെ കയ്യിലാണ് പണമുള്ളത്, അവരുടെ കയ്യിലാണ് PR ഏജൻസികളുള്ളത്, അവരുടെ കയ്യിലാണ് സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ പൊതുജനത്തിന്റെ വികാരമല്ല പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലും പ്രകടമാകുക. അപ്പോ ജനം വേറെ, നേതാക്കൾ വേറെ. അത് ഇവിടെ വേർതിരിച്ചിരിക്കുക. ജനത്തോടാണ് പത്രോസ് പ്രസംഗിക്കണേ. ജനത്തോടാണ് പ്രസംഗിക്കുന്നത്. നേതാക്കന്മാരാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. നേതാക്കന്മാര് യേശുവിനെ കുറിച്ചുള്ള സ്ലീഹന്മാരുടെ സന്ദേശത്തെ എതിർക്കുന്നവരാണ്. ജനമാകട്ടെ മാറത്തടിച്ച് പശ്ചാത്തപിച്ച് സ്വീകരിക്കാൻ തയ്യാറുള്ളവര്. അപ്പൊ ജനത്തെയും നേതാക്കന്മാരും തമ്മിൽ വേർതിരിച്ചിരിക്കുക. അന്നും ഇന്നും ഇതേ പ്രശ്നമുണ്ട്. ജനം, അൽമായരും സാധാരണക്കാരും ഒക്കെ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായി നടക്കുന്നു. നേതാക്കന്മാരെ കർത്താവിനെ എതിർക്കാൻ നടക്കുന്നു. അത് ലോക നേതാക്കളുണ്ട്, സഭാ നേതാക്കളുണ്ട്. ആ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ വരുന്ന ഒരാൾ നോക്കി, പടനായകൻ, ദേവാലയത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സേനയുടെ നേതാവ്, ദേവാലയ പരിസരത്ത് റോന്തു ചുറ്റിയിരുന്ന അവിടെ അന്തോണിയോ ഫോർട്രസ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്. അവിടെയാണ് ഇവർ ക്യാമ്പ് ചെയ്യണേ. പെട്ടെന്ന് വരാം ഈ ദേവാലയത്തിലേക്ക്. അപ്പോൾ അവിടെ ദേവാലയത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെ തലവൻ, അവിടെ ദേവാലയ പരിസരത്ത് റോന്ത് ചുറ്റിയിരുന്ന പോലീസ് സേനയുടെ തലവൻ, അയാളെയാണ് ഈ പടനായകൻ എന്ന് പറയണേ. പിന്നാരെ വരുന്നത് സദ്ദുക്കായര്. യെറൂസലേമിലെ കുലീന പുരോഹിത കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് സദ്ദുക്കായർ എന്ന് പറയണേ. കർത്താവിന്റെ കാലത്ത് നമ്മളിപ്പോ പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്കരെന്നൊക്കെ പറയുന്നത് പോലെ അക്കാലത്ത് സദ്ദുക്കായര്, ഫരിസയര്, ജലോട്ടുകള്, പിന്നെ എസ്സീനികള്, കുമ്രാൻ ദേശത്തെ എസ്സീനികള്, ഇങ്ങനെ 4 വിഭാഗമാണ് യഹൂദന്മാരിലുണ്ടായിരുന്നത്. അതിൽ കുലീന പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് സദ്ദുക്കായര്. മോശയുടെ ന്യായപ്രമാണം പത്രോസ് വ്യാഖ്യാനിച്ച രീതി സദ്ദുക്കാർക്ക് തീരെ അങ്ങ് പിടിച്ചില്ല.
3-ാമത്തെ അധ്യായം 11 മുതൽ 26 വരെ നമ്മൾ കണ്ടതാണത്. കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതാ. മോശയുടെ ന്യായപ്രമാണത്തെ പത്രോസ് വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ പത്രോസിന്റെ വ്യാഖ്യാന രീതി സദുക്കാർക്ക് തീരെ പിടിച്ചില്ല. എന്റെ വ്യാഖ്യാന രീതി പിടിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ? ഞാൻ പരമാവധി വചനത്തോട് സത്യം പുലർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. കാരണം എന്താ, അംഗീകരിച്ചാൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ എന്നോട് വ്യക്തിപരമായ പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഇവരെ പത്രോസിനും എന്നും സമീകരിച്ച് പറയല്ല. പക്ഷേ ശരിക്കും ബൈബിൾ വ്യാഖ്യാനിച്ചാൽ പലർക്കും നമ്മളുടെ ഇഷ്ടക്കുറവ് വരും. ഇഷ്ടക്കുറവ് വന്നാലും പ്രാണനെടുത്താലും വചനം പ്രസംഗിക്കുമെന്ന് തീരുമാനിച്ചാൽ പിന്നെ നമുക്ക് ഒരാളും പേടിക്കേണ്ടി വരില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്താന്നുള്ളത്ര, ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള സംഗതി ഒന്നുമല്ല. പക്ഷെ വേണ്ടതാണ്. അപ്പൊ പത്രോസ് പ്രസംഗിച്ച രീതിയാണ്, ഈ മോശയുടെ ന്യായപ്രമാണം വ്യാഖ്യാനിച്ച രീതിയാണ് സദുക്കാർക്ക് തീരെ പിടിക്കാതെ പോയത്, പുരോഹിത കുടുംബങ്ങൾക്ക്. അതാണ് പെട്ടെന്നുള്ള അറസ്റ്റിന് കാരണമായത്. മരിച്ചവർക്ക് ഉത്ഥാനമില്ലെന്ന് വിചാരിച്ചിരുന്നവരാണ് ഈ സദുക്കായര്. അവര് കലിതുള്ളി നിൽക്കുക. യേശു ഉയർപ്പിക്കപ്പെട്ടെന്നാണ് പറയണേ. മരിച്ചവർക്ക് ഉയർപ്പില്ലെന്നാണ് ഈ സദുക്കായര് പറയണേ. നമ്മുടെ വൈദികർ കുറച്ച് പേർക്കെങ്കിലും സ്വർഗമില്ല, നരകമില്ല, മരണാന്തര ജീവിതമില്ല എന്ന് വിചാരിക്കുന്നവരില്ലേ, അവരാണ് കറക്റ്റ് സദുക്കായര്. സ്വർഗോ നരകോ മാലഖമാരോ പിന്നെ മരണാന്തര ജീവിതമോ ന്യായവിധിയോ ഇല്ല എന്ന് വിചാരിക്കുന്ന എത്രയോ പുരോഹിതന്മാരുണ്ട്, ഇന്നുണ്ട്. അതാണ് പ്രശ്നം. യഥാർത്ഥ പ്രശ്നം അതാണ്. ദൈവഭയമില്ലാത്തവരെ. അല്ലെങ്കിൽ ഇതുപോലെ കുർബാനയൊക്കെ അവർ അവഹേളിക്കുകയോ തോന്നിയാസം ചെയ്യോ? ഇതുപോലെ ഫാക്കൽറ്റി ഇല്ലാതെ കുമ്പസാരം കേൾക്കുവോ? ഫാക്കൽറ്റി ഇല്ലാതെ കല്യാണം കെട്ടിക്കുകയോ? ഇങ്ങനെ പച്ചയ്ക്ക് പണം കട്ടെടുക്കുവോ? യേശു മരിച്ചവൻ ഉത്ഥാനം ചെയ്തെന്ന് പ്രഘോഷിക്കുന്ന അപ്പസ്തോലന്മാരുടെ ഏറ്റവും അപകടകാരികളായ ശത്രുക്കളായിരുന്നു സദുക്കായര്, ഈ കുലീന പുരോഹിത കുടുംബങ്ങളിൽപ്പെട്ടവര്. അപ്പോ അവർ ജനത്തെ പ്രബോധിപ്പിക്കുന്നതിലും, അതായത് അപ്പസ്തോലന്മാരെ ജനത്തെ പ്രബോധിപ്പിക്കുന്നതിലും യേശുവിൽ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനമുണ്ടെന്ന് പ്രഘോഷിക്കുന്നതിലും അവർ നീരസപ്പെട്ടു. യേശുവിനെ ആധാരമാക്കിയിട്ട് മരിച്ചവരുടെ ഉത്ഥാനത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയും അല്ലെങ്കിൽ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്തിൽ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇവരെ അപ്പസ്തോലന്മാരെ കുറിച്ചുള്ള ആരോപണം. ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഈ മരിച്ചവർക്ക് ഉത്ഥാനമുണ്ട്, അത് വിശ്വസിച്ചിരുന്ന ആളുകളാണ് ഫരിസയര്. സദുക്കാരെ നിഷേധിച്ചു, പക്ഷെ ഫരിസയര്. പക്ഷെ അവര് വിചാരിച്ചിരുന്നത് ലോകാവസാനത്തിൽ മരിച്ചവരുടെ ഉത്ഥാനമുണ്ടെന്നാണ്. ലോകാവസാനത്തിൽ പൗലോസൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നേ. പക്ഷേ യേശു മരിച്ചവരിൽ ഉത്ഥാനം ചെയ്തു. ലോകാവസാനത്തിൽ നടക്കേണ്ട സംഗതി ലോകാവസാനത്തിന് മുമ്പേ സംഭവിച്ചു. അപ്പൊ എന്താ അർത്ഥം? ലോകാവസാനം തുടങ്ങിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. അന്ത്യകാലം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് നടക്കുന്നില്ലേ? കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ്. കർത്താവ് എല്ലാ ദിവസവും കത്തോലിക്ക പള്ളിയിൽ വരുന്നു കുർബാനയിൽ. അത് കാണാതെയാണ് മതിലും എഴുതി വെച്ചിരിക്കുന്നതും പാറയിൽ എഴുതി വെച്ചിരിക്കുന്നതും കർത്താവ് വരുന്നു. എന്താണ് കർത്താവ് വരുന്നത് പറഞ്ഞാൽ അർത്ഥം? മാറാനാത്ത എന്ന് പറഞ്ഞാൽ കർത്താവെ വരണമേ എന്നും കർത്താവ് വന്നു കഴിഞ്ഞു എന്നുമാണ്. മാറാനാത്ത കർത്താവെ വരണമേ, മാറൻ അത്ത കർത്താവ് വന്നു കഴിഞ്ഞു കുർബാനയില്. അപ്പോ മനുഷ്യാവതാരം എന്ന ഒന്നാമത്തെ ആഗമനത്തിനും ദ്വിതീയാഗമനത്തിനും രണ്ടാമത്തെ വരവിനും ഇടയില് ഒരു ഇടക്കാല ആഗമനമുണ്ട് കർത്താവിന്റെ. അത് കൂദാശകളിലൂടെയാണ്. ആ ഇടക്കാല ആഗമനത്തെ കാണാതെ നമ്മൾ അന്ത്യകാലം പറഞ്ഞ് നടക്കുകയാണ്. എന്താണ് ഈ അന്ത്യകാലം? അന്ത്യകാലത്ത് സംഭവിക്കേണ്ടത്, ലോകാവസാനത്ത് സംഭവിക്കുന്നത് എന്താണ്? മരിച്ചവരുടെ ഉത്ഥാനമാണ്. ലോകാവസാനത്ത് നടക്കേണ്ട മരിച്ചവരുടെ ഉത്ഥാനം ലോകത്തിന്റെ നടുവിൽ, സമയത്തിന്റെ നടുവിൽ യേശു മരിച്ചവൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് പൗലോസിലേക്ക് പറയുന്നത്, നാം അവസാനത്തെ നാളുകളിലാണ് ജീവിക്കുന്നത്. ലോകാവസാനം ലോകത്തിന്റെ നടുവിലേക്ക്, സമയത്തിന്റെ നടുവിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ലോകാവസാനത്തിൽ നടക്കേണ്ടത് ലോകത്തിന്റെ നടുവിൽ, സമയത്തിന്റെ നടുവിൽ, കാലദേശങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ലോകാവസാനം ആരംഭിച്ചു എന്നാണ്. യുഗാന്തം ആരംഭിച്ചു. ഇപ്പൊ ആരംഭിച്ചു. യേശുവിന്റെ ഉത്ഥാനത്തോടുകൂടി ആരംഭിച്ചു. ഇതാണ് പത്രോസ് പ്രസംഗിച്ചത്. മരിച്ചവർക്ക് ഉത്ഥാനമില്ല എന്ന് വിചാരിക്കുന്ന സദുക്കാരുടെ അടിത്തറയാണ് പത്രോസ് മാന്തണേ. യേശുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്,
ലോകാവസാനം ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫരിസയർക്കും ഇതൊരു അടിയാണ്. ഫരിസയർ വിചാരിക്കുന്ന ഈ ലോകാവസാനത്തിലാണ് മരിച്ചവർ ഉത്ഥാനം എന്നാ. ഇപ്പൊ യേശു സമയത്തിന്റെ ഉള്ളിൽ, കാലദേശങ്ങൾക്കുള്ളിൽ മരിച്ചവർ ഉത്ഥാനം ചെയ്തിരിക്കുന്നു. അന്ത്യത്തിൽ നടക്കേണ്ടത് നടുവിൽ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിന്റെ അടിസ്ഥാനം അഥവാ ആധാരം യേശുവിന്റെ ഉത്ഥാനമാണ്. യേശുവാണ് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പിന്റെ പ്രാണേതാവ്, ദ ഓഥർ ഓഫ് ദ റിസറക്ഷൻ. അതാണ് പത്രോസ് പറയുന്ന ഒന്നാമത്തെ കാര്യം. 2, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം ആവിഷ്കരിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. യേശു ഒരു ദൃഷ്ടാന്തം കൂടിയാണ്. പ്രാണേതാവ് മാത്രമല്ല, ദൃഷ്ടാന്തമാണ്, ഒരു മോഡലാണ്. ഓഥറാണ്, മോഡലാണ്. മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനാണ് യേശു. കൊളോസെ ലേഖനത്തിൽ 1:18 ഒരു നിരയിൽ ആദ്യത്തെ ആൾ എന്നല്ല അതിനർത്ഥം. അല്ലെ, മരിച്ചവരിൽ ആദ്യ ജാതൻ, 2ാമത്തെ ജാതൻ, 3ാമത്തെ ജാതൻ, അങ്ങനെ ഒരു നിരയിലെ ആദ്യത്തവൻ എന്നല്ല അതിനർത്ഥം. മറിച്ച് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നതിന്റെ ജാമ്യം അല്ലെങ്കിൽ ഉറപ്പ് യേശുവിന്റെ ഉയർപ്പാണ്. ജാമ്യം നമ്മൾ പ്ലഡ്ജ് ചെയ്യില്ലേ, പണയം, അതായത് ജാമ്യത്തുക എന്ന് പറയില്ലേ. മരിച്ചവർക്ക് ഉയർപ്പുണ്ടെന്നുള്ളതിന്റെ ജാമ്യം, പ്ലഡ്ജ്, ഗ്യാരണ്ടി യേശുവിന്റെ ഉയർപ്പാണ്. അതിനെയാണ് ആദ്യജാതൻ എന്ന് പറയണേ. യേശുവിലൂടെയാണ് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുക എന്നാണ് അടുത്ത അർത്ഥം. പുനരുത്ഥാനം നിലനിൽക്കുന്നത് യേശു ആളിലൂടെയാണ്. യേശുവിലായിരുന്നാൽ മാത്രമേ മരണാനന്തര ജീവൻ പ്രാപിക്കാൻ പറ്റൂ. മറ്റൊരാളും, ബുദ്ധനോ രാമനോ കൃഷ്ണനോ മുഹമ്മദോ ഒന്നും തന്നെ മരിച്ചവർ ഉത്ഥാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് മരണാനന്തര ജീവിതം വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവർ യേശുവിലേക്ക് ഉൾച്ചേർക്കപ്പെടണം. യേശുവിലാണ് മരിച്ചവർ ഉയർപ്പിക്കപ്പെടുക. പുനരുത്ഥാനം നിലനിൽക്കുന്നത് യേശു എന്ന ആളിലൂടെയാണ്. ക്രിസ്തുവിലാണ് എല്ലാവരും ജീവിക്കുക. 1 കൊരിന്തോസ് 15:22. 5-ാമതായിട്ട് പറയാണ്, യേശു തന്നെയാണ് ഈ പുനരുത്ഥാനവും ജീവനും. മറിയത്തോടും മർത്തയോടും കർത്താവ് പല പ്രാവശ്യം പറയുന്നില്ലേ, യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തില്, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് ജീവൻ. മനുഷ്യവംശത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ഒരാളാണ്, യേശു എന്ന ആള്. മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ട യേശുവാണ് മനുഷ്യവംശത്തിന്റെ ഭാവി. അതിനാൽ യേശുവിൽ മരിച്ചവർ പുനരുത്ഥാനമുണ്ട് എന്ന് പത്രോസും യോഹന്നാനും പ്രസംഗിച്ചപ്പോ സദുക്കാർ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനായിട്ട് അവരുടെയും ഫരിസയരുടെയും ഒക്കെ അടിത്തറയാണ് ഇളക്കുന്നത് ഈ പത്രോസ് എന്ന് പറഞ്ഞ ഫരിസയൻ, ക്രിസ്ത്യാനിയായി തീർന്ന ഫരിസയൻ. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് പിടികൂടി പത്രോസിനെ അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം ആയതുകൊണ്ട് പിറ്റേ ദിവസം വരെ കാരാഗ്രഹത്തിലിട്ടു. സായം സന്ധിക്കുള്ള ലിറ്റർജി കഴിഞ്ഞാൽ ദേവാലയത്തിലെ കവാടങ്ങൾ അടയ്ക്കും. സായാഹ്ന ലിറ്റർജി തുടങ്ങിയിരുന്നത് 4 മണിക്കാണ്, ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ്. കുറ്റവാളികളെ പൊതുവെ പകൽ സമയത്താണ് വിചാരണ ചെയ്തിരുന്നത്. അതിനാൽ ദേവാലയത്തിന്റെ കെട്ടിട സമുച്ചയത്തിലുള്ള ഉൾമുറിയില് പത്രോസിനെയും യോഹന്നാനൊക്കെ പൂട്ടിയിട്ടു. കർത്താവിന്റെ കാര്യത്തിൽ അവർ ഇതൊക്കെ ലംഘിച്ചിട്ടുണ്ട്. കോടതി മുറകളൊക്കെ ലംഘിച്ചു. രാത്രിയും വിചാരണ ചെയ്തു, പുലർച്ചയ്ക്കും വിചാരണ ചെയ്തു. കർത്താവിനെ തിരുനാളിന് മുമ്പ് തന്നെ കൊല്ലാൻ പരിപാടി ഉണ്ടായിരുന്നു. തിരുനാൾ ദിവസം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തിരുനാൾ ദിവസത്തിന് മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു. ഇതേക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പെസഹ വ്യാഴാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അപ്പസ്തോലന്മാരെ അറസ്റ്റ് ചെയ്ത് പൂട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുക. പിന്നത്തെ വചനം കേട്ടോ, പിന്നത്തെ വചനം കേൾക്കണേ. എന്നാൽ അവരുടെ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. സ്ത്രീകൾ അതിനേക്കാൾ വളരെയേറെ എന്നർത്ഥം. സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000 നമ്മൾ മത്തായി പറയുന്നത് കേട്ടിട്ടില്ലേ? അതായത് അവരെ എണ്ണം പാടാണ്, സ്ത്രീകളും കുട്ടികളും എണ്ണം പാടാണ്, പുരുഷന്മാരെ എണ്ണം കുറവാണ്. അവര് തന്നെ 5000-ഓളമായി. ഈ പത്രോസിന്റെ പെന്തക്കോസ്ത പ്രസംഗം കേട്ട് വിശ്വസിച്ചവർ 3000 ആയിരുന്നു. ഇപ്പൊ 2000 കൂടി ചേർന്നു. അങ്ങനെ ആകെ 5000. വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലും പീഡിപ്പിക്കുന്നവരുടെ എണ്ണം കുറവുമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ലൂക്കാസ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് പീഡിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്, വിശ്വസിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷേ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുതലാണെങ്കിലും പീഡിപ്പിക്കുന്നവരുടെ കഥയാണ് പത്രത്തിൽ വരിക. അങ്ങനെയല്ലേ ഞങ്ങളെ കണ്ടിരിക്കുന്നത്? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? പക്ഷെ വിശ്വാസമുള്ളവർക്ക്, ആ കണ്ണുള്ളവർക്ക് മനസ്സിലാകും വിശ്വസിക്കുന്നവരാണ് കൂടുതൽ, പീഡിപ്പിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ പീഡിപ്പിക്കുന്നവരുടെ കഥയാണ് പത്രങ്ങൾ വരുള്ളൂ, സോഷ്യൽ മീഡിയയിൽ വരുള്ളൂ. പിറ്റേന്നാള് ഈ മഹാപുരോഹിതനായ അന്നാസ്, പിന്നെ കയ്യഫാസ്, യോഹന്നാൻ, അലക്സാണ്ടർ, ഇങ്ങനെ 4 പേരുടെ പേരോടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വായിച്ചതാണ്. ക്രിസ്തുപക്ഷം 6 മുതൽ 15 വരെ
മഹാപുരോഹിതനായിരുന്നു ഈ അന്നാസ്. റോമായുടെ ഗവർണറായിരുന്ന കിരീനിയൂസ് ആണ് അദ്ദേഹത്തെ നിയമിച്ചത്. ഇത് യഹൂദന്മാരുടെ പൗരാണികത എന്ന് പറയുന്ന ആന്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജോസഫസ് എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവർഷം 15 അദ്ദേഹത്തെ മാറ്റി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് എലയാസറിനെ വാഴിച്ചു. എന്നാൽ യഹൂദര് ആ സ്ഥാനമാറ്റത്തെ മാനസികമായി ഉൾക്കൊണ്ടില്ല. അതിനാൽ അന്നാസാണ് തുടർന്ന് മഹാപുരോഹിതനായി അവര് കരുതിയത്. അവരങ്ങനെ വിളിക്കും ചെയ്തു. അപ്പൊ എലയാസർ എന്ന് പറഞ്ഞ ഒരാള് സ്ഥാനത്ത് ഇരിപ്പുണ്ട്. പക്ഷെ ഭരിക്കുന്നത് ഈ മഹാപുരോഹിത സ്ഥാനത്തിന്റെ പദവി ഉപയോഗിക്കുന്നത് ഈ എലയാസർ അല്ല, അന്നാസാണ്. അതുകൊണ്ടാണ് മഹാപുരോഹിതനായി അന്നാസ് എന്ന് പറയണേ. ഇപ്പൊ ഈ വിചാരണ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം മഹാപുരോഹിതനൊന്നും അല്ല. പക്ഷെ സ്ഥാനമില്ലെങ്കിലും അങ്ങോരാണ് അധികാരം കൈയാളണേ. നമ്മൾ കണ്ടിട്ടില്ലേ ചില സഭയുടെ തലവന്മാര്, തലവനുണ്ടെന്നേ ഉള്ളൂ, തലയില്ല, തലവനുണ്ടെന്നേ ഉള്ളൂ. വേറെ ആൾക്കാര് അങ്ങോരെ പദവിയിൽ എടുത്തിട്ട് വേറെ ആൾക്കാർ ഭരിക്കും. അങ്ങനെയുള്ള ഒരു എലയാസർ എന്ന് പറഞ്ഞൊരു പാവയെ പദവിയിൽ ഇരുത്തിയിട്ട് അന്നാസ് തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കയ്യഫാസ്, ഈ അന്നാസിന്റെ മരുമകനാണ്. റോമാ സാമ്രാജ്യത്തിലെ അധികാരികള് ക്രിസ്തുവർഷം 18 കയ്യഫാസിനെ മഹാപുരോഹിതൻ നിയമിച്ചു. യോഹന്നാൻ 18:13 പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ന്യായാധിപന്മാരിൽ ഒരാളാണ് കയ്യഫാസ്. പ്രതികളിൽ ഒരാള് കേഫാസ്. കയ്യഫാസ്, കേഫാസ്. പത്രോസിന്റെ അരാമിയ ഭാഷയിൽ പത്രോസിന്റെ പേര് കേഫാസ് എന്നാണ്. രണ്ടു പേരുകളും ഒരേ ധാതുവിൽ നിന്നാണ് ഉത്ഭവിക്കണേ, കയ്യാഫാസും കേഫാസും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വേലക്കാരുടെ മുമ്പിൽ യേശുൻ തള്ളിപ്പറഞ്ഞ കേഫാസ് ഇപ്പൊ കയ്യഫാസിന് മുമ്പില് നെഞ്ചുറപ്പോടെ നിന്ന് യേശുവിനെ സാക്ഷ്യം പറയുക. ഒരു വേലക്കാരുടെ മുമ്പിൽ പതറിപ്പോയതാണ് കേഫാസ്. ഇവ കയ്യഫാസ് എന്ന് പറഞ്ഞ മഹാപുരോഹിതന്റെ മുമ്പിൽ ചങ്കുറപ്പോടെ, പരിശുദ്ധാത്മ ചങ്കുറപ്പോടെ നിൽക്കുകയാണ്, യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട്. മരിക്കാൻ തയ്യാറായവന്റെ ഉള്ളിലെ ഉറപ്പാണ് ധീരത. മരിക്കാൻ, താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായവന്റെ നെഞ്ചിൽ ഉറപ്പിനെയാണ് നമ്മൾ ചങ്കുറപ്പെന്ന് പറയില്ലേ, അതാണ് ധീരത. പരിശുദ്ധാത്മന ദാനങ്ങളിൽ ഒന്നാണത്, ആത്മധൈര്യം. താൻ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നവന്റെ ചങ്കിൽ ഉറപ്പ്, അതാണ് ആത്മധൈര്യം. അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാ. ചെറിയ തോതിൽ ജനിക്കുമ്പോൾ തന്നെ കിട്ടും. പക്ഷെ അത് വർദ്ധിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ശരിക്കും യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിലേക്ക് വരണം. പിന്നെ ഒരു യോഹന്നാൻ, മഹാപുരോഹിതനായിരുന്ന അന്നാസിന്റെ മകനാണ് ഈ യോഹന്നാൻ. ഈ സാനഹദ്രീൻ സംഘത്തിലെ യോഹന്നാനെ കുറിച്ചായി പറയണേ. കയ്യാഫാസിന്റെ പിൻഗാമിയായിരുന്നു ഈ യോഹന്നാൻ. ഈ യോഹന്നാനെ മഹാപുരോഹിതനായി വാഴിച്ചത് ക്രിസ്തുവർഷം 36 പീലാത്തോസിനെ മാറ്റിയ വർഷം. പീലാത്തോസിനെ മാറ്റുന്നത് 36 ഈ ന്യായാധിപന്മാരിൽ ഒരാൾ യോഹന്നാൻ, പ്രതികളിൽ ഒരാൾ യോഹന്നാൻ സ്ലീഹ. ആ ഇത് കണ്ടോ, കയ്യഫാസ്, കേഫാസ്. യോഹന്നാൻ ന്യായാധിപന്മാരിൽ ഒരാള്, സാനഹദ്രീൻ സംഘത്തിലെ ജഡ്ജിമാരിൽ ഒരാള്, പ്രതിയായിട്ട് നിൽക്കുന്നത് യോഹന്നാൻ സ്ലീഹ. ഭയങ്കര രസമുണ്ട്. ഈ രസം എന്ന് വെച്ചാല് ഈ തിരുവചനത്തില് എന്തുമാത്രം സംഗതികളാണ് ഇങ്ങനെ നിങ്ങൾക്ക് എന്റെ ആ നുവാൻസസ് മനസ്സിലാവുന്നുണ്ടാവോ? പിന്നെ ഒരു അലക്സാണ്ടർ. ഏതാണ് ഈ അലക്സാണ്ടർ നമുക്ക് അറിഞ്ഞുകൂടാ. പലരും പറയുന്നത് അലക്സാണ്ട്രിയയിലെ ഫൈലോ അല്ലെങ്കിൽ അലക്സാണ്ടർ ഫിലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ രചനകളൊക്കെ നമുക്ക് മനസ്സിലാക്കിയാലാണ് നമുക്ക് പുതിയ നിയമം മനസ്സിലാക്കുക. അലക്സാണ്ട്രിയയിലെ ഫൈലോ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ അലക്സാണ്ടർ എന്ന് പറയുന്നുണ്ട്. അലക്സാണ്ട്രിയയിലെ ഫിലോ എന്ന് പറയുന്ന ആളുടെ ഒരു തത്വജ്ഞാനി, യഹൂദ തത്വജ്ഞാനിയാണ്. ഗ്രീക്കിലും ഹീബ്രുവിലൊക്കെ വളരെ അവഗാഹമുണ്ടായിരുന്ന അലക്സാണ്ട്രിയയിലെ ഫൈലോ അല്ലെങ്കിൽ ഫിലോ, അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ അലക്സാണ്ടർ എന്ന് പറയുന്നു. ഫ്ലാവിയസ് ജോസഫസിന്റെ അഭിപ്രായത്തില് ഇദ്ദേഹം അലക്സാണ്ട്രിയയിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു. ഈ അലക്സാണ്ട്രിയയിലെ മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹം യഹൂദരുടെ ന്യായാധിപ സംഘത്തിലെ ഒരാളുമായിരുന്നു. ഈ സ്ലീഹന്മാരെ നടുവിൽ നിർത്തി എന്ന് പറയുന്നത്, നടുവിൽ നിർത്തി അർദ്ധവൃത്താകൃതിയിലാണ് ഈ ജഡ്ജിമാരിയ്ക്കുക. അർദ്ധവൃത്താകൃതിയിൽ നമ്മുടെ ഇപ്പൊ നിയമസഭ, പാർലമെന്റ് മിക്കവാറും എല്ലാം അർദ്ധവൃത്താകൃതിയാണ്. അതൊക്കെ അന്നത്തെ രീതിയിൽ നിന്ന് വരുന്നതാ. ഇങ്ങനെ ഈ കമാനാകൃതിയുടെ മധ്യത്തില് അധ്യക്ഷൻ ഉപവിഷ്ടനാകും. കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന പ്രതികളോ നടുവിൽ നിൽക്കണം. ചുറ്റുമാണ് ഈ ജഡ്ജിമാര് ഇരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു രീതി. അവരെ നടുവിൽ നിർത്തിയിട്ട് ഈ മഹാപുരോഹിതൻ ചോദിക്കുകയാണ്, ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്തിലാണ് നിങ്ങള് ഇത് ചെയ്തത്? ഏത് പ്രസംഗവും ആ പ്രസംഗത്തിലേക്ക് നയിച്ച 3-ാമത് അധ്യായത്തിൽ പറഞ്ഞ രോഗശാന്തി, ഏത് ശക്തി കൊണ്ടാണ്, ഏത് നാമത്തിലാണ് നിങ്ങൾ ഇത് ചെയ്തത്?
ആ രോഗശാന്തി നൽകിയതും അതിനുശേഷം യേശു ഉയർത്തെഴുന്നേറ്റുവെന്നും അങ്ങ് ഉയർത്തെഴുന്നേറ്റതിനാൽ യുഗാന്തം വന്നുവെന്നും നമ്മുടെ ഉയർപ്പ് അവനിലാണെന്നും നിങ്ങൾ പ്രസംഗിക്കുന്നത് ഏത് ശക്തിയിലാണ്, ഏത് നാമത്തിലാണ്? സ്ലീഹന്മാരുടെ കൈവശമുള്ള ശക്തി എന്താണ്? അപ്പസ്തോലന്മാർ ഉച്ചരിക്കുന്ന നാമത്തിന്റെ സ്വഭാവം എന്താണ്? പുച്ഛം കലർന്നതും മുനവെച്ചതുമായ ചോദ്യങ്ങളാണിത് സ്വാഭാവികമായും. എങ്കിലും മന്ത്രശക്തി ഉപയോഗിച്ചാണോ മുടന്തനെ സുഖപ്പെടുത്തിയത് എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. അതേസമയം എന്തെങ്കിലും മന്ത്രശക്തി ഉപയോഗിച്ചാണോ? അതേസമയം ഈ ചോദ്യത്തിലൊരു സന്ദേശം നൽകുന്നുണ്ട്, ഇല്ലേ? മുനവെച്ച ചോദ്യമാണ്. എന്ത് മന്ത്രശക്തിയാണ്, ഏത് മന്ത്രനാമമാണ് നിങ്ങൾ ഉച്ചരിച്ചത് രോഗശാന്തി നൽകാൻ, ഇങ്ങനെ പ്രസംഗിക്കാൻ? അതൊക്കെ മുനവെച്ച ചോദ്യം. പക്ഷെ അതിലൂടെ ഒരു ഐറണി, വ്യവക്ഷേപം അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിലാണ് സൗഖ്യം നൽകിയത്, യേശുവിന്റെ നാമത്തില്. അപ്പൊ നിങ്ങൾ കൊന്നുകളഞ്ഞ യേശു ഉണ്ടല്ലോ, ആ യേശു മരിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് മന്ത്രശക്തി എന്ന് ചോദിച്ചല്ലോ, മന്ത്രശക്തിയല്ല, യേശുവിന്റെ നാമത്തിലാണ്. നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, ആ യേശുവിന്റെ നാമത്തിലാണ്. ആ യേശു മരിച്ചിട്ടില്ലെന്നർത്ഥം. ഉത്ഥാനം ചെയ്തവനും സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്ന് ഭൂമിയിൽ ഭരണം നടത്തുന്നവനുമായ കർത്താവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ചെയ്യണേ. മനസ്സിലായോ? കയ്യഫാസ്, അന്നാസ്, യോഹന്നാൻ, അലക്സാണ്ടർ, ബാക്കിയുള്ള 71 ന്യായാധിപന്മാരെ. 71 കണക്കൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, എങ്ങനെയാണ് 71 ന്യായാധിപന്മാർ വന്നതെന്ന്. ഇതൊക്കെ പറയാനായിട്ട് പത്രോസിന് എങ്ങനെ കഴിഞ്ഞു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 8-ാമത്തെ വാക്യത്തില്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്താണ്, എങ്ങനെയാണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ പഠിപ്പിക്കുമെന്ന് യേശു വാഗ്ദാനം ചെയ്തിരുന്നു. ലൂക്കാസിന്റെ സുവിശേഷം 12-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില്. അത് പത്രോസിന് നിവൃത്തിയാകുക. അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന സമയത്ത് പത്രോസ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലാണ് പത്രോസ്, യോഹന്നാൻ സ്ലീഹയും. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കാം. അപ്പൊ പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞതല്ലേ? അതെ, അത് പോരാ. എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസും വളരണം, നമ്മളും വളരണം. പരിശുദ്ധാത്മാവിനാൽ ഭൂജാതനായ യേശു പോലും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളർന്നുവെന്ന് എത്ര പ്രാവശ്യം ലൂക്കാസ് എഴുതിയിരിക്കുന്നത്? ലൂക്കാസ് 34-35 പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ അവൻ ഭൂജാതനായി. പിന്നെ 3:21 പറയാണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 4:1 പറയാണ് പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടു. 4:14 പറയാണ് അവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു. ഇത് നമുക്കൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മാമോദിസ സ്വീകരിച്ച മാത്രം പോരാ. മാമോദിസ സ്വീകരിച്ചോണ്ട് അപ്പൊ പരിശുദ്ധാത്മാവ് കിട്ടി. പിന്നെ സൈരലേപനം, മറ്റു കൂദാശകള്, പിന്നെ അതിൽ വളരെ കുർബാന സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ആത്മാവായി, ജീവദായകനായ ആത്മാവായി വരുന്ന കർത്താവിനെ സ്വീകരിച്ച് വളർന്നുകൊണ്ടിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ വളർന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വിചാരണ ചെയ്യപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ സഭയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന ആ ശക്തി കിട്ടുന്നത് പരിശുദ്ധാത്മാവിൽ വളരുമ്പോഴാണ്. എനിക്കും നിങ്ങൾക്കും നിർണായകമായ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണേ. വിശ്വാസി ഇതുപോലെ പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു കാലം മുൻപുണ്ടായിട്ടില്ല നമ്മുടെ സഭയിൽ. കാരണം ആരാണോ വിശ്വാസം സംരക്ഷിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും നയിക്കേണ്ടതും അവര് തന്നെ വിശ്വാസത്തിന് കണ്ടകോടാലിയേറ്റ് വെക്കുന്ന കാലത്ത് സാധാരണക്കാരായ നമ്മളാണ് കർത്താവ് തെരഞ്ഞെടുത്ത ആളുകളെ വിശ്വാസം സംരക്ഷിക്കാൻ, അതിനുവേണ്ടി പ്രാണൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കാൻ നമ്മളോടാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ ആ വിശ്വാസം സംരക്ഷിക്കുന്നതിൽ നമ്മളെ നയിക്കേണ്ടവരിൽ പലരും പരാജയപ്പെട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ്. അജ്ഞതയും അഹങ്കാരവും നിമിത്തമാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നമ്മളെ സാധാരണക്കാരെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുക. പത്രോസ് സാധാരണക്കാരനായിരുന്നു, ഒരു മുക്കവൻ. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ അപ്പൻ പുരോഹിതനായിരുന്നു. അപ്പൊ തീർത്തും അറിവില്ലാത്തവരൊന്നുമല്ല, പക്ഷെ സാധാരണക്കാരായിരുന്നു. നമ്മളും സാധാരണക്കാരാണ്. നമ്മളെയാണ് കർത്താവ് തെരഞ്ഞെടുത്താണ്, എന്നെയും നിങ്ങളെയും. നമ്മൾ ആ ദൗത്യം തിരിച്ചറിയുന്നുണ്ടോ? ആ ദൗത്യത്തോട് പ്രസാദാത്മകമായി പ്രതികരിക്കാൻ തയ്യാറുണ്ടോ? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.